ശാരീരം എന്നാൽ പാട്ട് എന്നാണ് അർത്ഥം. ശാലീന സൗന്ദര്യം ഒഴുകുന്ന ഒരു ദൈവിക ശാരീരത്തിന്റെ തുമ്പ്, ഒരു പാട്ടിന്റെ അറ്റം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ജീവിതത്തിൽ നിർമ്മലമാം സൗന്ദര്യം നീ നൽകണേ, ഉല്ലാസഭരിതമായ ഹൃദയം നീ നൽകണേ, ആഹ്ലാദമലതെല്ലും ഭവനം നീ നൽകണേ, അന്യോന്യമകലാത്ത സ്നേഹം നീ നൽകണേ, ഉൾത്താരിൽ സക്രാരി നീ എന്നിൽ തീർക്കണേ, അൾത്താരയായ എന്റെ ഭവനം നീ മാറ്റണേ. നമ്മൾ അറിയാതെ ദൈവത്തെ സ്തുതിച്ചു പോകും അല്ലെ? പൗലോസ്ലീഹ പറയുന്ന പോലെ ഒരു മൂന്നാം സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് നമ്മളെ എടുത്തുയർത്തുന്ന ഒരു ആലാപനം. ഈ പ്രായത്തിലും ഈ അനുഗ്രഹിക്കപ്പെട്ട കന്യാസ്ത്രീ ഇങ്ങനെ പാടുമെങ്കിൽ, ഇങ്ങനെ ആനന്ദം പകരുമെങ്കിൽ, അഭിഷേകം ഒഴുകുന്ന ശീലുകൾ അധരങ്ങളിൽ പകരുമെങ്കിൽ, യൗവനത്തിൽ എത്ര മധുരമായി പാടിക്കാണും. ഈ ചിന്ത MJTVയെ കൊണ്ടുചെന്ന് എത്തിച്ചത് ഈ സിസ്റ്ററിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിലേക്കാണ്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയുവാൻ കഴിഞ്ഞത് സിസ്റ്റർ പീറ്റർ ക്ലെവർ CHF എന്നാണ് സിസ്റ്റർ അറിയപ്പെടുന്നത്. ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ അംഗമായ സിസ്റ്റർ തൃശ്ശൂരിലെ ഒരു B.Ed കോളേജിൽ ഇടയ്ക്ക് സംഗീതവും പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഡേവിസ് ചക്കാലക്കലച്ചൻ സിസ്റ്ററെ നേരിട്ട് പോയി കണ്ടു. ബഹുമാനപ്പെട്ട സിസ്റ്റർ പീറ്റർ ക്ലാവർ, അങ്ങയുടെ ജീവിതത്തിൻ നിർമ്മലമാം സൗന്ദര്യം നീ നൽകണേ എന്ന ഗാനം കേരളീയരെന്നല്ല അതിന് വെളിയിലും അനേക ആയിരങ്ങൾ കേട്ടു. ഈശോയുടെ ആ സ്നേഹത്തിൻ്റെയും അവിടുത്തെ സത്യത്തിൻ്റെയും സൗന്ദര്യത്തെക്കുറിച്ച്, നൈർമല്യത്തെക്കുറിച്ച് ഉൾക്കൊള്ളാൻ, ധ്യാനിക്കാനൊക്കെ ഇടയായി. സിസ്റ്റർ ഒന്ന് പറയൂ, സിസ്റ്ററിൻ്റെ ശൈശവ നാൾ മുതൽ സംഗീതവുമായിട്ടുള്ള ബന്ധമൊന്ന് പറയണേ. എനിക്ക് കുഞ്ഞിലേ തുടങ്ങി ഒരു സിസ്റ്ററാവാം, സിസ്റ്ററായാൽ ഉടനെ വിശുദ്ധിയാവാം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോഴേ പാട്ട് പാടാമെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിലേ തുടങ്ങി ഞാൻ പാട്ടും. ഈശോയ്ക്ക് മാതാവിൻ്റെ പാട്ടൊക്കെ പാടും, അവരെ സന്തോഷിപ്പിക്കും, ഈശോയെ സന്തോഷിക്കും. എനിക്ക് സിസ്റ്ററാവണം, പാട്ട് പഠിച്ച് സിസ്റ്ററാവണം. ലോവറും ഹയറും പാസ്സായി ഞാൻ പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്ന സമയത്ത് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള, മാതാവിനും ഏറ്റവും ഇഷ്ടം പാട്ട്, നല്ല ഇഷ്ടമാണ്. ഞാൻ പള്ളിയിൽ ഇങ്ങനെ വന്ന് പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കും, ഈശോയോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് പാട്ട് പാടാമെന്ന് പറയുന്നതും ഡാൻസ് കളിക്കാമെന്ന് പറയുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടം, ഈശോയുടെ മാതാവിൻ്റെ. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഭാരതത്തിൽ കാലുകുത്തിയത്, കേരളത്തിന്റെ മണ്ണിൽ വന്നത് പഴമക്കാരുടെ ഓർമ്മയിൽ മറക്കാനാകാത്ത നിമിഷങ്ങളാണല്ലോ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പങ്കെടുത്ത കുർബാനയിൽ പാടുവാൻ കഴിഞ്ഞത് ആത്മനിർവൃതിയുടെ അഭിമാന നിമിഷങ്ങളായി എത്ര സന്തോഷത്തോടെയാണെന്നറിയാമോ സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. പാട്ടുകളോടുള്ള കമ്പം മൂലം ഞാൻ കുഞ്ഞുങ്ങളെയും കൂട്ടി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വന്നപ്പോൾ സ്റ്റേജിൽ അവിടെ ഉണ്ടായിരുന്നു. ചിലർക്കെങ്കിലും ദൈവവിളികൾ ഉണ്ടാകുന്നത് അത്ഭുതകരമായ ഇടപെടലുകളിലൂടെയാണ്. എന്നാൽ സാധാരണ രീതിയിൽ ഒരു മഠത്തിൽ തങ്ങി സ്വന്തം സഹോദരി സിസ്റ്ററിനോടൊപ്പം വസിച്ചപ്പോൾ ദൈവം തൊട്ട അനുഭവം, ദൈവവിളി എങ്ങനെയാണ് ലഭിച്ചത് എന്ന് കേട്ടപ്പോൾ അമ്മ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. സിസ്റ്ററിൻ്റെ സംഗീത ജീവിതവും ദൈവവിളിയും തമ്മിലുള്ള ബന്ധത്തെ ഒന്ന് സൂചിപ്പിച്ച് പറയാവോ? ദൈവവിളി ഉണ്ടായത് ഞാൻ പാട്ട് പഠിപ്പിക്കാൻ പോയിട്ട് എൻ്റെ ഇളയമ്മയുടെ കൂടെ താമസിച്ചായിരുന്നു. ഇളയമ്മയുടെ മഠത്തിൽ കൂടെ താമസിക്കുകയും പാട്ട് പഠിക്കുകയും ചെയ്തു. എനിക്ക് കുഞ്ഞിനെ തുടങ്ങിയിട്ടാണ് ദൈവവിളി ഉണ്ടായത്. മഠത്തിൽ വരണം, പാട്ട് ടീച്ചറാവണം, ലോവർ കയറും പാസ്സാവണം. എൻ്റെ ഇളയമ്മയുടെ കൂടെ എപ്പോഴും ഞാൻ ഇളയമ്മയുടെ മഠത്തിൽ വന്ന് കിടക്കും. അങ്ങനെ എനിക്ക് ദൈവവിളി കുഞ്ഞിലേ ഉണ്ട്. മഠത്തിൽ ചേർന്ന് മാത്രമേ എൻ്റെ ജീവിതത്തിൽ വിചാരം ഉണ്ടായുള്ളൂ. ചെറുപ്പക്കാരെ കുറിച്ച്, വളർന്നു വരുന്ന തലമുറയിലെ ചെറുപ്പക്കാരോട് അമ്മയ്ക്ക് വലിയ സ്നേഹമാണ്. ഒപ്പം അവരെക്കുറിച്ച് ചെറിയ ഉത്കണ്ഠയുമുണ്ട്. അതും അമ്മ പറയാൻ മടിച്ചില്ല. ലോകം മുഴുവൻ നന്നാവാനായിട്ട് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ലഹരി, കഞ്ചാവ്, ലോകം മുഴുവനും കുട്ടികളെ മർദ്ദിക്കുക, എല്ലാ സംഗതി ചെയ്യുന്ന, എല്ലാം ദൂഷിച്ച അതിൽ നിന്നെല്ലാം രക്ഷിക്കുന്നതിനും ദൈവത്തിനും ലോകത്തിന് മുഴുവൻ വേണ്ടിയിട്ടും ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നതാണ്. എനിക്ക് വേണ്ടി നന്നായിട്ടും പ്രാർത്ഥിക്കണം. ഞാൻ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. ലഹരി നിർത്താനും കഞ്ചാവും കുറേ പരിപാടികളൊക്കെ ഉണ്ട് ലോകത്ത്, അതൊക്കെ അവസാനിപ്പിക്കാനും സിസ്റ്റർ എന്നും പ്രാർത്ഥിക്കുന്നതാണ്. എത്ര നിഷ്കളങ്കമായിട്ടാണ് ഈ അമ്മ സംസാരിക്കുന്നത് അല്ലേ? സ്വർഗത്തെ പറ്റിയിട്ടും ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഞാൻ സ്വർഗത്തിൽ പോയി. അപ്പം ഈശോ നടുവിൽ കസേരയിലിരിക്കുന്നു, മാലാഖമാരെ ചുറ്റും നിന്നിട്ട് പരിശുദ്ധൻ എന്ന് പറയുന്നു. ഇതൊക്കെ ഞാൻ നേരിട്ടുണ്ട്. എന്നെ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെ അപ്പം തന്നെ കൊണ്ടു കട്ടിലുമ്പോൾ കെടുത്തി. പിന്നെ ഈശോൻ്റെ കട്ടിലിൻ്റെ അടുത്ത് 3 പ്രാവശ്യം വന്ന മുറിയിൽ. പിന്നെ വീണ്ടും ഈശോനെ കണ്ടു. ഈശോൻ്റെ അടുത്ത് വരും, ഈശോയുടെ തോളിൽ ഏറ്റിരിക്കും, കിടക്കുമ്പോൾ മടിയിൽ കിടക്കും.
ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകണം. നിഷ്കളങ്കമായി സംസാരിച്ചും വളരെ മധുരമായി പാടിയും ഇങ്ങനെ സന്തോഷിച്ച് ഉല്ലസിച്ച് ദൈവകൃപയാൽ സിസ്റ്റർ മുന്നോട്ട് പോകുന്നു. പാട്ടുകളിലൂടെയാണ് ഞാൻ ഈശോയുടെ മുഴുവനായിട്ട് അറിഞ്ഞിട്ടുള്ളത്. സ്വർഗത്തിലെയും ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതും ഈശോയെ അറിഞ്ഞതൊക്കെ പാട്ടുകളിലൂടെയാണ്. എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ടുപാടും മെല്ലെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. ദൈവജനങ്ങളും ഞങ്ങളുടെ കൂടെ നടക്കുന്ന എല്ലാവരും ഞാനും പാട്ടുമായിട്ടുള്ള നല്ല ബന്ധത്തിലാണ് ജീവിക്കുന്നത്. എനിക്ക് പാട്ടെന്ന് പറഞ്ഞാൽ ഹരമാണ്. പാട്ട് എൻ്റെ ജീവിതത്തിലെ സ്വർഗമാണ്. പാട്ട് എൻ്റെ ജീവിതത്തിലെ എല്ലാമാണ്. ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സൈന്യവും. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയില്ലേ എനിക്കു തെല്ലും, ദൈവമാണെൻ പാലകൻ. പാടുന്നവർ 2 മടങ്ങ് പ്രാർത്ഥിക്കുന്നു എന്നല്ലേ വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞത്. തൻ്റെ ജീവിതായുസ് കൊണ്ട് എത്രയോ പേരെ സംഗീതത്തിൻ്റെ ചിറകിലൂടെ സ്വർഗത്തിലെത്തിക്കാൻ ഈ അമ്മയ്ക്ക് കഴിഞ്ഞു. സിസ്റ്റർ പീറ്റർ ക്ലെവർ CHFന്റെ ശുശ്രൂഷകൾ നമുക്ക് നന്ദിയോടെ ഓർക്കാം. സിസ്റ്ററിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തുതി. ജീവിതത്തിൽ നിർമ്മലമാം സൗന്ദര്യം നീ നൽകണേ, ഉല്ലാസഭരിതമായ ഹൃദയം നീ നൽകണേ, ആഹ്ലാദമലതെല്ലും ഭവനം നീ നൽകണേ, അന്യോന്യമകലാത്ത സ്നേഹം നീ നൽകണേ, ഉൾത്താരിൽ സക്രാരി നീ എന്നിൽ തീർക്കണേ, അൾത്താരയായ എൻ്റെ ഭവനം നീ മാറ്റണേ, ജീവിതത്തിൽ നിർമ്മലമാ സൗന്ദര്യം നീ നൽകണേ, ഉല്ലാസഭരിതമായ ഹൃദയം നീ നൽകണേ, പാപവേരു വളരാത്ത ഭാവന നീ നൽകണേ, സഹനങ്ങളേറുമ്പോൾ ആശ്വാസം നൽകണേ, അറിവിൻ്റെ നിറവെൻ്റെ അകതാരിൽ നൽകണേ, വിനയത്തിൻ നിറകുടമായ എന്നെ നീ മാറ്റണേ, ജീവിതത്തിൽ നിർമ്മലമാ സൗന്ദര്യം നീ നൽകണേ, ഉല്ലാസഭരിതമായ ഹൃദയം നീ നൽകണേ, ഹൃദയം നീ നൽകണേ, ഹൃദയം നീ നൽകണേ.